ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. നമസ്കാരം. അന്തരീക്ഷമാകെ രാമായണ ശീലകൾ മുഴങ്ങുന്ന മറ്റൊരു കർക്കിടക മാസം കൂടി ഇവിടെ പടിയിറങ്ങുകയാണ്. എല്ലാ വർഷത്തെയും പോലെ ശ്രീനാരായണ പബ്ലിക് സ്കൂൾ സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിച്ച് രാമായണ മാസാചരണവും സാഹിത്യ സമാജ ഉദ്ഘാടനവും ഇവിടെ നടത്തുകയാണ്. ഏവരെയും പ്രസ്തുത ചടങ്ങുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാമായണ പുണ്യം പകരുന്ന ഈ ചടങ്ങ് ശുഭപര്യവസാനിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. പ്രാർത്ഥനാ ഗീതം ആലപിക്കുന്നത് ദേവി കൃഷ്ണ. രാമ തപോവനാനി ഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദഹനം രാവണ കുംഭകർണ നിധനം ഏതസ്യ രാമായണം മഴപ്പെയ്ത്തിന്റെ ഇരുമ്പലിനുള്ളിൽ അധ്യാത്മ രാമായണ ശൈലികളുടെ ഭക്തിസാന്ദ്രമായ വായനയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു തീർത്ഥ എസ്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. രാമായണ മാഹാത്മ്യം. അധ്യാത്മരാമായണമിതമിത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ചെയ്യിൽ മർത്യനിജന്മന മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം. മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം ശത്രുവിനാശനമാരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം. ഭക്ത്യാ പഠിക്കിലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം. പുത്രാഭിലാഷി സുപുത്രനെയും തഥാ സിദ്ധിക്കുമാര്യജനങ്ങളാൽ സമ്മതം. വിദ്യാഭിലാഷി മഹാബുദ്ധനായി വരും വന്ധ്യായുവതി കിട്ടിയിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാമവൾക്കെന്നു നിർണയം. ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും അർത്ഥി കേട്ടിടുകീലർത്ഥവാനായി വരും. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരുമതി ദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരുമവൻ. ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും വ്യാധി തൻ കേൾക്കിലനാതുരനായി വരും. ഭൂതദൈവാത്മാർത്ഥമായുടനുണ്ടാകും ആദികളെല്ലാം അകന്നു പോം നിർണയം.
ദേവപിതൃഗണ താപസ മുഖ്യന്മാർ ഏവരുമേറ്റം പ്രസാദിക്കുമത്യരം കൽമഷമെല്ലാം അകലുമേതേയല്ല ധർമാർത്ഥ കാമമോക്ഷങ്ങൾ സാധിച്ചിടും. ചടങ്ങിൽ സ്വാഗതം ആശംസിക്കാനെത്തുന്നു അക്ഷത്. നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, സ്നേഹം നിറഞ്ഞ അധ്യാപകർ, അനധ്യാപകർ, രക്ഷിതാക്കൾ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കർക്കിടക സന്ധ്യകളെ പുളകമണിയിച്ച രാമായണ മാസ സമാപന ദിനാചരണവും സ്കൂൾ സാഹിത്യ സമാജത്തിന്റെ ഉദ്ഘാടനവുമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. തദവസരത്തിൽ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതല സ്വാഗതം ആശംസിക്കുക എന്നതാണ്. ആദ്യമായി നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ മനോരഞ്ജിനി വി അവറുകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അടുത്തതായി സ്നേഹം നിറഞ്ഞ വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി പ്രതീത വി പി അവറുകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. സ്നേഹനിധികളായ എല്ലാ അധ്യാപകരെയും അധ്യാപകേതര ജീവനക്കാരെയും രക്ഷിതാക്കളെയും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. നന്ദി. നമ്മുടെ ചടങ്ങുകളുടെ ഔദ്യോഗികമായ ഉദ്ഘാടനത്തിന് ശ്രീനാരായണ പബ്ലിക് സ്കൂളിലെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ മനോരഞ്ജിനി വി അവറുകളെ സഹർഷം ക്ഷണിക്കുന്നു. Namaste everyone. To quote, those who have knowledge of dharma say that truth is the highest dharma. Unquote. Words of Kaigeyi to Dasharatha. Karkidaka Masam is an auspicious month for people of Kerala and helps in keeping the roots of tradition intact. The stories, slokas and Ramayana quotes are a treasure house of knowledge which inspire people to lead a righteous and virtuous life. I was fascinated to know that Ramayana is more than a story. It has a philosophical, spiritual significance and a deep truth in it which most of us do not know. The story of Ramayana starts with the king Dasarath, which signifies 10 chariots. If we go further, Dasarath means 5 sense organs and 5 organs of action. Dasarath is the king of Ayodhya, which means the city where no conflict can happen. Rama represents pure form of soul, that is consciousness, which lives in Ayodhya. Sita means the earth, the embodied self or the individual self. In simple language, Sita represents mind. When Rama married Sita, it signifies that the pure light merges with the mind, which is part of the human body. But when wedded to the mind, Rama cannot live in the city of no conflicts, that is Ayodhya. Rama with Sita enters the dark forest to live there. The dark forest represents the life or the world where we live in, which there is full of attraction and distractions. But one day, Sita, that is the mind, is attracted to the golden deer, which is worldly distraction or Maya, means Sita, the mind which was meditating on Rama, pure consciousness, is now being distracted by the world. Lakshman represents awareness within us. Lakshman draws a line, Lakshman Rekha, to protect Sita, which signifies protection from evils and perils in the dark world. But Sita, the mind, unfortunately steps out from that protection and is captured by Ravana, represents ego. Ravana has 10 faces because ego has different ways to distract us. Ego doesn't have one face. We can be easily trapped by ego in the form of lust, pride, delusion, perversion, obstacle, adversity, etc. Ravana takes Sita in Lanka, the land of materialism ruled by the king ego. In Lanka, Sita the mind
starts meditating again on Rama, the consciousness, because she knows that she had been trapped by something very powerful from which only Rama can save her. Rama assembles the army of monkeys represented by army of thoughts can be never remain quiet but keep jumping from topic to topic. To control them, Bali is introduced which stands against our thoughts. In order to save Sita, a bridge is being made of stone on which the name of Rama is being written so that stone floats on that ocean. This signifies that when the name of the divine power is taken, we can be saved by drowning in that ocean of problems and distraction. Finally, when Rama conquers Ravana, that is ego, and reconnects with the individual self, Sita. Upon finding the individual self, he subjects it to purification in the fire of austerities just as Rama did to Sita, and removes all the impurities which accumulated around the self during its captivity and bondage in the body. Now, the mind that is no longer extrovert is no mind at all, and it, that is Sita, has to disappear. This whole story of Ramayana actually revolves around reunion of our mind to our pure inner self-consciousness. Our mind is attracted by these world distractions and we are trapped by the ego and Maya. We are so embedded in this ocean of Maya due to which the connection between our mind and inner self is broken. The true name of the Lord will help us to save us from drowning into that ocean of Maya. In order to destroy the Ravana ego, Rama has to shoot at his navel, which signifies that in order to destroy our ego, we have to go deeper into the roots of inner self, understanding ourselves. When Rama and Sita back to Ayodhya, Diwali celebrations happened. But for us, the true Diwali celebration is when our mind starts meditating again on that conscious light within us and which unites us with the divine. This truth has been very beautifully presented in the form of story, where we enjoy the story with the beauty of language and understand the truth. Here, beauty lies in the language and its expression. Our literary club must focus on the beauty of language and expression to bring reality and truth. I wish let all our members of this literary club could do it and encourage others too. Explore truth and reality by reading books and magazines. Be creative too. By inaugurating the club, I wish all the very best for all the members. I want you all could bring a handwritten manuscript where writing and artistic expressions also can be brought out. I wish once again all the very best. Hope Ramayana month was the days of peace and calmness for all of you. I wish let the new year as per Malayalam calendar gives you happiness and prosperity in your life. All the very best. Thank you. ശ്രീനാരായണ പബ്ലിക് സ്കൂളിന്റെ നെടുന്തൂണായ ഏവരുടെയും പ്രിയപ്പെട്ട വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി പ്രതിത VP അവറുകളെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഗുരുദേവ പാദങ്ങളിൽ സാദര പ്രണാമം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കള്ളക്കർക്കിടകം യാത്ര പറയാൻ തയ്യാറെടുത്തു നിൽക്കുന്നു. ചിങ്ങപ്പുലരിയുടെ ഒരു പുതുവർഷത്തിൻ്റെ കുറേ പുത്തൻ പ്രതീക്ഷകളുടെ പടിവാതിൽക്കൽ നാം എത്തി നിൽക്കുകയാണ്. കള്ളക്കർക്കിടകം എന്ന് കളിയായി പറഞ്ഞുവെങ്കിലും കർക്കിടക മാസം നമ്മൾ മലയാളികൾക്ക് പുണ്യമാസമാണ്. രാമായണശീലുകളാൽ മനസ്സും ഔഷധചര്യകളാൽ ശരീരവും പുത്തനുണർവ് നേടുന്ന കാലം. ഈ രാമായണ മാസക്കാലം ഞങ്ങളുടെ പ്രഭാതങ്ങളെ
രാമായണ പാരായണം കൊണ്ട് ധന്യമാക്കിയ എല്ലാ കുഞ്ഞുങ്ങൾക്കും അധ്യാപകർക്കും നന്ദി പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ആരാണ് രാമായണം രചിച്ചത്? വാൽമീകി മഹർഷി അല്ലേ? എന്നാൽ വാൽമീകി മഹർഷിയുടെ ഭാവനയിൽ തെളിഞ്ഞ ഒരു കഥയാണോ രാമായണം? അല്ലേ അല്ല. ഒരിക്കൽ നാരദമുനി വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ വിരുന്നു വന്നു. അദ്ദേഹത്തോട് വാൽമീകി മഹർഷി ചോദിച്ചു, മഹർഷി, എല്ലാ ഗുണങ്ങളും, അതായത് സൗന്ദര്യം, ധൈര്യം, വിനയം, സത്യസന്ധത, ക്ഷമ, ശീലഗുണങ്ങൾ, അങ്ങനെ എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന ഒരു മനുഷ്യനുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരാണ്? അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, അങ്ങനെ എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന ഒരു മനുഷ്യൻ എന്ന് പറയാൻ ആരുമില്ല. എന്നാൽ ഏറെക്കുറെ എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന ഒരു മനുഷ്യനാണ് ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത പുത്രനായ രാമൻ. പിന്നീട് നാരദ മഹർഷി രാമകഥ വാൽമീകി മഹർഷിക്ക് വിശദമായി പറഞ്ഞു കൊടുത്തു. പിന്നീട് ഒരു ദിവസം വാൽമീകി മഹർഷി തൻ്റെ ശിഷ്യന്മാരോടൊപ്പം തമസാ നദിക്കരയിൽ സ്നാനത്തിന് പോവുകയായിരുന്നു. അവിടെ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. ഒരു വേടൻ്റെ അമ്പേറ്റ് ക്രൗഞ്ചമിഥുന പക്ഷികളിൽ ആൺപക്ഷി താഴേക്ക് വീഴുന്നു. ഇത് സാധാരണ കാട്ടിൽ താമസിക്കുന്ന മുനികളെല്ലാം കാണുന്ന കാഴ്ചകൾ തന്നെയാണ്. പക്ഷേ രാമായണ കഥ വാൽമീകി മഹർഷിയുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റിയിരുന്നു. ആ ആൺപക്ഷിയുടെ അന്ത്യവും പെൺപക്ഷിയുടെ വിലാപവും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. അങ്ങനെ വിഷമം കൊണ്ട് നിറഞ്ഞ ആ മനസ്സിൽ നിന്ന് ഒരു ശ്ലോകം പുറപ്പെട്ടു വന്നു. മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമഹ യത് ക്രൗഞ്ചമിഥുന ദേഗമവധി കാമമോഹിതം. ഈ ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞ ഉടനെ തന്നെ ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവ് വാൽമീകി മഹർഷിയോട് ഇതേ കരുണാഭാവത്തോടു കൂടി രാമകഥ രചിക്കുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ 7 കാണ്ഡങ്ങളും 500 അധ്യായങ്ങളും 20,000 ശ്ലോകങ്ങളും നിറഞ്ഞ രാമായണം രചിക്കപ്പെട്ടു. നിങ്ങൾ കരുതുന്നുണ്ടാവും, കർക്കിടക മാസത്തിൻ്റെ ഈ അവസാനത്തിൽ എന്തിനാണ് രാമായണത്തിൻ്റെ തുടക്കം പറയുന്നതെന്ന്. തീർച്ചയായിട്ടും നമ്മളും ഇന്നിവിടെ ഒരു തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ സ്കൂളിൻ്റെ, സാഹിത്യ സമാജത്തിൻ്റെ, ലിറ്റററി ക്ലബിൻ്റെ തുടക്കം നാം ഇന്നിവിടെ കുറിക്കുകയാണ്. ലാംഗ്വേജ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ആൻഡ് ഇഫ് യു ഹാവ് ദ സെയിം, വൈ ഡു യു ഫിയർ? As you learn more languages, you will be able to open more windows to the path of knowledge. जिस देश को अपनी भाषा और साहित्य का गौरव का अनुभव नहीं है, वह उन्नत नहीं हो सकता. These are the words of Dr. Rajendra Prasad, the first President of India. So, it is very important to learn our mother tongue and our national language along with English, the universal language. I hope our literary club will be able to provide many activities which may help you to expand your intelligent and independent thinking skills. I take this opportunity to wish all the very best to all of you, and I promise to extend all support from my part to the club activities of literary. Thank you and have a wonderful year ahead. സമകാലിക യുഗത്തിൽ രാമായണത്തിലെ ആദർശങ്ങളുടെ പ്രാധാന്യം നിങ്ങളുമായി പങ്കുവയ്ക്കാനെത്തുന്നു ഭവ്യ. നമസ്കാരം. പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ മാം, വൈസ് പ്രിൻസിപ്പൽ മാം, സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, രാമായണത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. ലോകത്തിൽ വെച്ച് ഏറ്റവും മഹത്തരവും മാനുഷിക മൂല്യങ്ങളെ പ്രതിപാദിക്കുന്നതുമായ ഏക ഗ്രന്ഥമാണ് രാമായണം.
ശ്രീരാമന്റെ കഥ ഭാരതീയരുടെ മനസ്സിൽ വേരുറച്ചതുകൊണ്ടാണ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ജനങ്ങളുടെ ഭാഷയിൽ അത് വിരചിതമായിരിക്കുന്നത്. അങ്ങനെയാണ് മലയാളത്തിൽ അധ്യാത്മരാമായണം കിളിപ്പാട്ടുണ്ടായത്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഇതിന്റെ കർത്താവ്. AD 1500 മുതൽ 1600 വരെയുള്ള കാലഘട്ടത്തിലാണ് രാമായണത്തിന്റെ രചനാ കാലഘട്ടം. ധാർമ്മികമായി അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തെ നേർവഴിയിൽ എത്തിക്കണമെങ്കിൽ ആധ്യാത്മിക വിഷയങ്ങൾ ശക്തവും സുന്ദരവുമായ ഭാഷയിലും ശൈലിയിലും അവതരിപ്പിക്കണമെന്ന് ബോധ്യമായതിനെ തുടർന്നാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് മുതലായ രചനകൾക്ക് പ്രേരകമായത്. സൂര്യവംശത്തിലെ ചക്രവർത്തിമാരെല്ലാം സത്യധർമ്മങ്ങൾക്ക് പേരുകേട്ടവരായിരുന്നു. ജീവനേക്കാൾ അധികം സ്നേഹിക്കുന്ന പുത്രനെ വനത്തിലേക്ക് അയക്കുമ്പോഴും ഭാര്യയായി കൈകേക്ക് നൽകിയ വാക്കുപാലിക്കാൻ തയ്യാറാകുന്ന ദശരഥ മഹാരാജാവും പിതാവിന്റെ വാക്കുപാലിക്കാൻ തയ്യാറാകുന്ന ഉത്തമപുത്രനായ ശ്രീരാമനും തനിക്ക് കൈവന്ന രാജ്യം ജ്യേഷ്ഠന് വേണ്ടി ത്യജിക്കാൻ തയ്യാറായ ഭരതനും സത്യധർമ്മങ്ങൾക്ക് മുമ്പിൽ ഇവയെല്ലാം നിസ്സാരമായി കണ്ട മഹത് വ്യക്തിത്വങ്ങളാണ്. ഇങ്ങനെ മനുഷ്യ നന്മയ്ക്ക് ഉതകുന്ന ഭക്തിപ്രസാദമായ ഈ കാവ്യം തലമുറകൾ തരണം ചെയ്ത് കാലഘട്ടങ്ങൾ തരണം ചെയ്ത് ലോക ജനതയ്ക്ക് എന്നും പ്രചോദനമാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളെ സംഗീതത്തിലൂടെ പ്രകീർത്തിക്കുന്ന ഹൃതിമധുരമായ ഒരു ഗാനം ആസ്വദിച്ചാലോ? ഗാനം ആലപിക്കുന്നതിന് ആർദ്രയെ ക്ഷണിക്കുന്നു. വേദോദ്ധാര വിചാരമതേ സോമകദാനവ സംഹരണേ മീനാകാര ശരീര നമോ ഭക്തം തേ പരിപാലയ മാം രാമസ്മരണാധന്യോപായം നഹി പശ്യാമോ ഭവതരണേ രാമ ഹരേ കൃഷ്ണ ഹരേ തവ നാമ വദാമി സദാ നൃഹരേ മന്ദാനാചലധാരണ ഹേതു ദേവാസുര പരിപാല വിഭോ കൂർമാകാര ശരീര നമോ ഭക്തം തേ പരിപാലയ മാം രാമ ഹരേ കൃഷ്ണ ഹരേ തവ നാമ വദാമി സദാ നൃഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ തവ നാമ വദാമി സദാ നൃഹരേ ഭൂചോരകഹര പുണ്യമതേ ക്രോഡോരുത ഭൂദേവി ഹരേ ക്രോഡാകാര ശരീര നമോ ഭക്തം തേ പരിപാലയ മാം രാമ ഹരേ കൃഷ്ണ ഹരേ തവ നാമ വദാമി സദാ നൃഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ തവ നാമ വദാമി സദാ നൃഹരേ ഹിരണ്യകശിപൂഛേദന ഹേതു പ്രഹ്ലാദാഭയധാരണ ഹേതു നരസിംഹാച്യുത ശരീര നമോ ഭക്തം തേ പരിപാലയ മാം രാമ ഹരേ കൃഷ്ണ ഹരേ തവ നാമ വദാമി സദാ നൃഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ തവ നാമ വദാമി സദാ നൃഹരേ ഭവബന്ധനഹര വിതതമതേ പാദോദകവിഹിതാഖതത്തെ വടുപടുവേഷമനോജ്ഞ നമോ ഭക്തം തേ പരിപാലയ മാം രാമ ഹരേ കൃഷ്ണ ഹരേ തവ നാമ വദാമി സദാ നൃഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ തവ നാമ വദാമി സദാ നൃഹരേ क्षितिपतिवंशक्षयकरमूर्ते क्षितिपतिकर्ता हर हरिमूर्ते भृगुकुलरामवरेश नमो भक्तं ते परिपालय मां राम हरे कृष्ण हरे तव नाम वदामि सदा नृहरे राम हरे कृष्ण हरे तव नाम वदामि सदा नृहरे सीतावल्लभदाशरथे
ദശരഥനന്ദന ലോകഗുരു രാവണമർദ്ദന രാമ നമോ ഭക്തം തേ പരിപാലയ മാം രാമ ഹരേ കൃഷ്ണ ഹരേ തവ നാമ വദാമി സദാ നൃഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ തവ നാമ വദാമി സദാ നൃഹരേ. വാത്മീകി രാമായണത്തെ ഹിന്ദി സാഹിത്യ ലോകത്തിലേക്ക് പരിചയപ്പെടുത്തിയ തുളസീദാസ് എന്ന മഹാകവിയെയും അദ്ദേഹത്തിന്റെ രാമചരിതമാനസം എന്ന കൃതിയെയും കുറിച്ച് നമുക്ക് അറിവ് പകർന്നു നൽകാൻ എത്തുന്നു അധീന സി കനകദാസ്. आदरणीय गुरुजनों, मेरे प्यारे दोस्तों, आप सबको मेरा प्रणाम. मैं दशम एमराल्ड के अदीना सी कनकदास. आज मैं तुलसीदास जी द्वारा रचित रामचरितमानस से जुड़ी कुछ रोचक बातें बताना चाहती हूँ. आप जानते हैं श्री रामचरितमानस के नायक श्री राम है, जिनको एक मर्यादा पुरुषोत्तम के रूप में दर्शाया गया है, जो कि अखिल ब्रह्मांड के स्वामी श्री हरिनारायण भगवान के अवतार है. जबकि महर्षि वाल्मीकि कृत रामायण में श्री राम को एक आदर्श चरित्र मानव के रूप में दिखाया गया है, जो संपूर्ण मानव समाज ये सिखाता है कि जीवन को किस प्रकार जिया जाए, भले ही उसमें कितने भी विघ्न हो. तुलसी के प्रभु राम सर्वशक्तिमान होते हुए भी एक मर्यादा पुरुषोत्तम है. इन ग्रंथों में रामलला के जीवन का जितना सुंदर वर्णन किया गया है, उतना अन्य किसी ग्रंथ में पढ़ने को नहीं मिलता. यही कारण है कि श्री रामचरितमानस को सनातन धर्म में विशेष स्थान प्राप्त है, जो विभिन्न परेशानियों के समय मनुष्य को सही रास्ता दिखाते हैं तथा उनका सही निराकरण भी करते हैं. तुलसीकृत रामचरितमानस के कुछ अंश मैं आपके सामने प्रस्तुत करती हूँ, जिनमें गणेश जी और सरस्वती जी की वंदना है. साथ ही साथ श्री पार्वती जी और श्री शंकर जी की वंदना भी करते हैं, जिनके बिना सिद्ध जन अपने अंतःकरण में स्थित ईश्वर को नहीं देख पाते. वर्णानामर्थ संघानाम रसानाम छंद सामपि मंगलानाम च कर्तारौ वंदे वाणी विनायकौ भवानी शंकरौ वंदे श्रद्धा विश्वास रूपिणौ याभ्यां विना न पश्यन्ति सिद्धा स्वान्तहस्तमीश्वरम्. ധന്യവാദം. രാമായണ കഥാപാത്രങ്ങൾ എന്നും ആദർശ മാതൃകകളാണ്. ആനുകാലിക സമൂഹത്തിലെ ധാർമ്മിക അപജയത്തിന് പരിഹാരമാണ് ഇതിലെ ഓരോ ഉപദേശങ്ങളും. രാമായണത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ലക്ഷണോപദേശം നമ്മുടെ പ്രിയ വിദ്യാർത്ഥികൾ ഒരു നാടക രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. ആസ്വദിച്ചാലും. നമസ്കാരം, ഞാൻ നേഹ മനോജ്. രാമായണ മാസാചരണ ഭാഗമായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ഒരു ചെറിയ ഭാഗത്തെ ആസ്പദമാക്കിയുള്ള ലഘുശബ്ദരേഖ ഏവരും കേട്ടാലും. ശബ്ദം നൽകുന്നവർ: രാമൻ നെവിൻ പി നിതിൻ, ലക്ഷ്മണൻ നിവേദ് നിതിൻ, സുമിത്ര നന്ദന CS. രംഗം 1. തനിക്ക് ലഭിച്ച വരങ്ങളുടെ ബലത്തിൽ കൈകേയി ദശരഥ മഹാരാജാവിനോട് ഭരതനെ രാജാവായി വാഴിക്കണമെന്നും രാമനെ 14 വർഷം കാട്ടിലേക്ക് അയക്കണമെന്നും ആവശ്യപ്പെടുന്നു. വിവരങ്ങളറിഞ്ഞ ലക്ഷ്മണൻ ക്രുദ്ധനായി രാമന്റെ അരികിലെത്തുന്നു. നാം എന്താണ് ഈ കേൾക്കുന്നത്? കാമലോലപത മൂലം ഭാര്യ കടിമപ്പെട്ട താതനെയും അദ്ദേഹത്തെ അധർമ്മത്തിന് പ്രേരിപ്പിച്ച ആ ഘാതകിയെയും ബന്ധിച്ച് ജ്യേഷ്ഠന്റെ പട്ടാഭിഷേകം ഞാൻ നിർവിഘ്നം നടത്തുന്നതാണ്. ശാന്തനാകൂ സോദര. കാര്യമല്ലാത്ത പ്രവൃത്തി ചെയ്യുന്നവർ ആരായാലും, താതനായാലും ആചാര്യനായാലും ബന്ധുവായാലും അത് തെറ്റാണ്. ആ തെറ്റ് തിരുത്തുന്നത് ഒരിക്കലും പാപവുമല്ല. അച്ഛനെ അന്തഃപുരമുറിയിൽ തടവുകാരനായി പാർപ്പിച്ചുകൊണ്ട് ദുഷ്ടയായ കൈകേയിയെ ഞാൻ ബന്ധിക്കും. ലക്ഷ്മണ, ക്രോധത്തിന് അടിമപ്പെട്ട നിന്റെ വാക്കുകൾ വികാരത്തിന് കീഴടങ്ങുന്നു. ഇല്ല ജ്യേഷ്ഠ, ഒരിക്കലുമില്ല. ഈ അയോധ്യ സിംഹാസനം എൻ്റെ ജ്യേഷ്ഠൻ രാമചന്ദ്രനെ ഇരുന്നു വാഴാനുള്ളതാണ്. അതിന്മേൽ മറ്റാർക്കും ഇരിക്കാൻ അധികാരമില്ല. ഞാൻ ഇരുത്തുകയുമില്ല. വരൂ ജ്യേഷ്ഠ, അങ്ങയുടെ പട്ടാഭിഷേകം ഈ മുഹൂർത്തത്തിൽ തന്നെ ഈ അനുജൻ നടത്തും. അത്തരമൊരു ചടങ്ങിന് ഇനി എന്താണ് അനുജ പ്രസക്തി? പ്രസക്തിയുണ്ട് ജ്യേഷ്ഠ.
അഭിഷേകം കാണാൻ വന്നുകൂടിയ ഭൂമിദേവന്മാർ, താപസന്മാർ, കന്യാജനങ്ങൾ, പൗരന്മാർ, ചതുരംഗസേനകൾ എല്ലാവരും കാര്യമറിയാതെ അമ്പരന്ന് നിൽക്കുകയാണ്. ഒരു സ്ത്രീയുടെ ദുരഭിലാഷമാണിത് മുടങ്ങാൻ കാരണമെന്ന് കേട്ടാൽ അത് ഈ രാജ്യത്തിന് തന്നെ കുറച്ചിലല്ലേ? രാജ്യ നന്മയ്ക്ക് വേണ്ടി പിതാവിനാണെങ്കിലും ബഹിഷ്കരിക്കണം. ഒന്നിനും ആരംഭമായില്ലല്ലോ അനുജ. നോക്കൂ ജ്യേഷ്ഠ, നവരത്നങ്ങൾ പതിച്ച സ്വർണ സിംഹാസനം, സ്വർണ കലശങ്ങൾ, പൊൻപീഠങ്ങൾ, ശാർദൂല ചർമ്മങ്ങൾ, ധൂമക്കുറ്റികൾ എല്ലാം അഭിഷേക മണ്ഡപത്തിൽ അലങ്കോലപ്പെട്ട് കിടക്കുന്നു. ലോകപ്രസിദ്ധിപ്പെട്ട അയോധ്യ രാജ്യം ഒരു നാരിമൂലം ഇങ്ങനെ അനാഥമായി തീരുകയോ? ഞാൻ അതിന് സമ്മതിക്കുകയില്ല. രാമനില്ലാത്ത അയോധ്യയെക്കുറിച്ച് എനിക്ക് ഓർമ്മിക്കാൻ പോലും സാധ്യമല്ല. അനുജ, ലക്ഷ്മണ, സമാധാനിക്കൂ. എന്നെക്കുറിച്ചുള്ള സ്നേഹ ബഹുമാന വാത്സല്യങ്ങൾ നിന്നോളം മറ്റാർക്കുമില്ല. അതുകൊണ്ടാണ് നീ ക്രോധവിവശനായത്. ക്രോധം ആപത്തിന് കാരണമാണ്. മനുഷ്യത്വത്തെ ഒരു പുലിയെപ്പോലെ അത് കടിച്ചു കീറി ചീന്തും. മുക്തിക്ക് പോലും അത് വിഘ്നം വരുത്തുന്നു. മാതാപിതാക്കളെയും മുതിർന്നവരെയും ബന്ധുക്കളെയും തുടങ്ങി അറിയുന്നവരെയും അറിയാത്തവരെയും എല്ലാം ക്രോധം മൂലം മനുഷ്യൻ വധിക്കുന്നു. ക്രോധം യമനാണ്. ധർമ്മക്ഷയത്തിന് കാരണമായ പാപം ക്രോധത്തിൻ്റെ സന്തതിയാണ്. നരകത്തിലേക്കുള്ള പാതയായ ക്രോധത്തിലൂടെ മനുഷ്യൻ പിശാചാകുന്നു. അതുകൊണ്ട് അനുജ, ലക്ഷ്മണ, നീ ക്രോധമടക്കി ശാന്തമാകൂ. കാമക്രോധ ലോഭമോഹാദികൾ ഉള്ള മനുഷ്യന് ഒരിക്കലും സ്വസ്ഥതയില്ല, സമാധാനവുമില്ല. അങ്ങ് എന്താണ് ജ്യേഷ്ഠ പറഞ്ഞു വരുന്നത്? കുമാര, ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ പട്ടാഭിഷേകം ആർക്കാണ്? നിന്റെ ജ്യേഷ്ഠനായ രാമൻ്റെ ശരീരത്തിനല്ലേ? ശ്വാസതമായ ആത്മാവിനുണ്ടോ പട്ടാഭിഷേകം? ദേഹാഭിമാനം മൂലമുള്ള ചിന്ത കൊണ്ടല്ലേ ഇതിന് ആഗ്രഹം തോന്നുന്നത്? ഈ ദേഹം ശ്വാസതമാണോ? ആ സ്ഥിതിക്ക് ഈ ദേഹത്തെ സംബന്ധിക്കുന്ന ഈ പട്ടാഭിഷേകം തുടങ്ങിയ മേന്മകളും ആർഭാടങ്ങളും ശ്വാസതമാണോ? പകൽ വന്ന് മറയുന്നു, പിന്നെ രാത്രിയാകുന്നു. ആ രാത്രി പോയി പിന്നെയും പകൽ വരുന്നു. അതും മറഞ്ഞ് പിന്നെയും രാത്രിയാകുന്നു. വീണ്ടും പകൽ വരുന്നു, വീണ്ടും രാത്രിയാകുന്നു. എന്നതുപോലെ ദേഹമുണ്ടാകുന്നു, അത് നശിക്കുന്നു, പിന്നെയും ഉണ്ടാകുന്നു, പിന്നെയും നശിക്കുന്നു. എന്നിങ്ങനെ ജനിമൃതികൾക്ക് വിധേയമല്ലേ ഈ ശരീരം? രോഗങ്ങളാണെങ്കിൽ ശരീരത്തെ കൊത്തി വിഴുങ്ങാൻ വേണ്ടി അതിനു ചുറ്റും കഴുകന്മാരെ പോലെ കാത്തിരിക്കുന്നു. മരണമാണെങ്കിൽ സദാ ശിരസിൽ പതിയിരിക്കുന്നു. ഇതൊന്നും അറിയാതെ മായാലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യർ ദേഹാഭിമാനത്തോടെ പലതും ചെയ്യുന്നു, പലതും പറയുന്നു. ജ്യേഷ്ഠ, വഴിയമ്പലത്തിൽ വിശ്രമിക്കുന്ന വഴിയാത്രക്കാർ വന്ന് കുറേ നേരമിരുന്ന് പിരിയുന്നത് പോലെയാണ് മനുഷ്യരുടെ ജനനവും മരണവും. ഈ ലോകം ഒരു വഴിയമ്പലമെന്ന് വിചാരിച്ചാൽ മതി. എവിടെയോ നിന്ന് പതികർ അവിടെ വരുന്നു, എവിടെയൊക്കെയോ അവർ തിരിച്ചു പോകുന്നു. വഴിയമ്പലത്തിൽ ആർക്കും ശ്വാസതമായ ഒരു സ്ഥാനമോ നിലനിൽപ്പോ ഇല്ല. അത് തൻ്റെ സ്വന്തമാണെന്ന് വിചാരിക്കുന്നവർ അന്ധനായ ഒരു അജ്ഞാനിയാണ്. ദേഹാഭിമാനം കൊണ്ടുള്ള ചിന്തയാണ് ഞാനെന്നും എൻ്റെയെന്നുമുള്ള മോഹസ്വപ്നം മനുഷ്യനിൽ ജനിപ്പിക്കുന്നത്. ആ സ്വപ്നം അകലുമ്പോൾ ഞാനുമില്ല, നീയുമില്ല. അങ്ങനെയൊരു മോഹം ജ്യേഷ്ഠനെ പട്ടാഭിഷേകം ചെയ്ത് അയോധ്യാപതിയായി വാഴിക്കണമെന്നുള്ള മോഹം ആണ് നിന്നെ ഇത്രമാത്രം ക്രോധവിവശനാക്കിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ട അനുജ, യാഥാർത്ഥ്യം ചിന്തിച്ച് ശാന്തനായി തീരുക. അച്ഛൻ്റെ പ്രതിജ്ഞ നിറവേറ്റാൻ നാം ബാധ്യസ്ഥരല്ലേ? അതുകൊണ്ട് നീ ക്രോധം വെടിഞ്ഞ് എന്നെ കാനനത്തിലേക്ക് യാത്രയാക്കൂ. ക്ഷമിക്കണം ജ്യേഷ്ഠ, എനിക്ക് മാപ്പ് തരണം. പെട്ടെന്ന് ഞാൻ ക്രുദ്ധനായതിൽ മനസ്താപിക്കുന്നു. ജ്യേഷ്ഠൻ്റെ വിലയേറിയ ഉപദേശം ഞാൻ ശിരസാവഹിക്കുന്നു. പക്ഷെ ഒരു കാര്യം, ജ്യേഷ്ഠനില്ലാതെ ഒരിക്കലും ലക്ഷ്മണൻ ഇവിടെ ജീവിക്കുകയില്ല. അതുകൊണ്ട് ഞാനും വരുന്നു. ഈ 14 വർഷം അങ്ങയുടെ കൂടെ ദാസനായി ജ്യേഷ്ഠനെ അനുഗമിക്കുവാൻ എന്നെ അനുവദിക്കണം. അങ്ങത് നിരസിച്ചാൽ ഈ അനുജൻ്റെ അഗ്നിപ്രവേശം കൂടി കണ്ടുകൊണ്ടായിരിക്കും അങ്ങേക്ക് വനവാസത്തിന് പോകേണ്ടി വരുന്നത്. അത്രയേ ഉള്ളൂ? ശരി, നീയും കൂടി എൻ്റെ കൂടെ പോരുക. നിന്നെ വെടിഞ്ഞ് എനിക്കും ജീവിക്കാൻ വയ്യ. രംഗം 2. ജ്യേഷ്ഠനായ രാമന്റെ കൂടെ വനവാസത്തിന് പോകുന്നതിന് അനുവാദം വാങ്ങുവാൻ ലക്ഷ്മണൻ മാതാവായ സുമിത്രാദേവിയുടെ അരികിലെത്തി. വിവരങ്ങളെല്ലാം അറിഞ്ഞല്ലോ അമ്മേ. രാമന്റെ പട്ടാഭിഷേകത്തിനായി ഒരുങ്ങിയിരിക്കുന്ന അയോധ്യ നഗരം ജ്യേഷ്ഠന്റെ കാനന യാത്രക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. ജ്യേഷ്ഠനെ പിരിഞ്ഞുള്ള ഒരു ജീവിതവും ഈ അനുജന് ഒരിക്കലും സാധ്യമല്ല. അതിനാൽ അദ്ദേഹത്തിന്റെ കൂടെ കാനനത്തിലേക്ക് ഞാനും യാത്രയാവുകയാണ്. മകനെ, കരയരുതമ്മേ. ഇനി അമ്മക്കാശ്രയം വല്യമ്മ മാത്രമാണ്. വല്യമ്മയ്ക്ക് അമ്മയും. വാർദ്ധക്യം ബാധിച്ചു തുടങ്ങിയിരിക്കുന്ന വല്യമ്മയെ അമ്മ സദാ കാത്തുകൊള്ളണം.
നിങ്ങൾ രണ്ടുപേർക്കും അച്ഛൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം. വാർദ്ധക്യവും മനക്ലേശവും രണ്ടും അവയെ രൂക്ഷത മുഴുവൻ പ്രദർശിപ്പിച്ചുകൊണ്ട് അച്ഛനെ അവയോഗിച്ചിരിക്കുന്ന സമയമാണിത്. പ്രിയപുത്ര, നിന്നെപ്പോലെ ജ്യേഷ്ഠസ്നേഹമുള്ള ഒരു പുത്രൻ ഉദരത്തിൽ ജനിച്ചതിനാൽ ഞാൻ ധന്യയും ഭാഗ്യവതിയുമായിരിക്കുന്നു. ധൈര്യമായി ജ്യേഷ്ഠൻ്റെ കൂടെ പൊയ്ക്കോളൂ. നിങ്ങൾക്ക് രണ്ടുപേർക്കും സർവമംഗളങ്ങളും സിദ്ധിക്കട്ടെ. ഞാൻ ഇന്നു മുതൽ ജ്യേഷ്ഠത്തി കൗസല്യാദേവിയുടെയും ദശരഥരാജന്റെയും പരിചാരികയായി കഴിയുന്നതാണ്. സീത രാമനെ അനുഗമിക്കുകയാണല്ലോ. ഊർമിള ഞങ്ങളുടെ കൂടെ ജീവിച്ചു കൊള്ളട്ടെ. ഈ മകൻ ധന്യനായി അമ്മേ. ഇന്നു മുതൽ രാമൻ നിനക്ക് ദശരഥനാണ്. സീത നിന്റെ അമ്മ സുമിത്രയാണ്. അടവി നിനക്ക് അയോധ്യയാണ്. ഈ ചിന്തയോടുകൂടി നീ അഗ്രജനെ അനുഗമിക്കൂ മകനെ. എല്ലാം മംഗളമായി ഭവിക്കട്ടെ. ഇവിടെ രാമനിൽ നിന്നുതിർന്ന വാക്കുകൾ കോപാവേശത്താൽ എടുത്തുചാടുന്ന എല്ലാവർക്കുമുള്ള ഉപദേശമാണ്. അധികാരത്തിനും പണത്തിനും വേണ്ടി ബുദ്ധികെട്ട് നടക്കുന്ന വർത്തമാനകാല ലോകത്തിനുള്ള ഉപദേശമാണ്. തുടർന്ന് സുമിത്ര ലക്ഷ്മണന് നൽകുന്ന ഉപദേശം അമ്മയെയും സഹോദരിയെയും തിരിച്ചറിയാനാവാത്ത നരാധമന്മാർ അടങ്ങുന്ന ഈ ലോകത്തിന് എഴുത്തച്ഛൻ നൽകുന്ന ഉപദേശമാണ്. കാലാതീതമായ കാവ്യവിസ്മയമാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനും രാമായണവും. നന്ദി. ആദർശ പുരുഷനായ ശ്രീരാമനെ കുറിച്ചും രാമായണത്തിലെ പ്രധാനപ്പെട്ട മൂല്യങ്ങളെക്കുറിച്ചും നിങ്ങളുമായി ആംഗലേയ ഭാഷയിൽ പങ്കിടാനെത്തുന്നു ആര്യ ബി മേനോൻ. Good morning to one and all present here. I'm Arya B. Menon of class 11 Ruby, and I'm here to see the teachings of Ramayana. Ramayana, the mythological Hindu cult, defines the code of conduct, means dharma. The tale defines the ideal models of various relationships, and today's era badly requires dharma because a child disrespects their parent and a student disrespects their teacher or guru. The story of Ramayana may sound dramatic. The newest generation has they are interested in the practical life and technology, but there are many good things we can learn from Ramayana. It is not important that you remember the whole story of Ramayana, but we should at least remember the moral values of Ramayana, which will lead us a happy life and will also motivate you to become a better version of yourself. Ramayana gives us 6 moral values. First one is truth triumphs. It means how powerful the evil is, it's always defeated by good. Truth always wins. The win of good over evil is a universal faith. A person should always have a good heart or a noble heart and good values. That is how Lord Rama defeated the most knowledgeable and intelligent person, Ravana. Unity can come over anything. That's the second one. Unity can come over any difficulty in our life. Means that you should always stand by your family so that you can win over any difficulty in your life. The fruit of togetherness can give a power to sail the ship when tide comes higher than the sky. Dasharatha had 3 wives and 4 sons, and all of them loved each other immensely. And when even when the life put them to hard times or tough times, their hearts were united, though they were physically apart from each other. Third, relationships are valuable than money. It means that every relationship must be above than greed, anger, and betrayal. So if we hold love higher than anything else in our relationship, the value and respect increases and your soul becomes pure. The relationship between the 4 brothers are the perfect example why we should always value our relationship. Then for everyone with equality and should not discriminate anyone on the basis of caste, creed, age or gender. Because we all live in the same earth, we all live in the same planet and eat, drink and breathe the same water and air. Lord Rama treated everyone with equally, and that is how he earned so much of love and respect from people.
No matter a person is poor or rich, he doesn't even care, and he just sees everyone in the same eye. Once we can take an example. When Rama ate a already tasted berry fruit which was given by Shabari, who is a Seth's daughter. He didn't even think for a second and he ate it. This shows us. Fifth one, we should keep a good company. It is said that your company shapes into the person you are. So a negative person can brainwash away all your thoughts, good thoughts from which is inside you. That is why we should always keep a healthy circle around us so that we can become a better person by time. Queen Kaikeyi's third wife Dasharatha loved Rama more than her own son. But because of her handmaiden Mandara, her thoughts were because of a negative feeds. She asked Rama to go for 14 years of exile. Then the sixth one, forgiveness is greater than revenge. We should always keep we should always have a forgiving nature in ourselves, because revenge or punish can do nothing good for us. When Ravana learned that his sister Shurpanakha was insulted by Lakshmana, he went and abducted Sita, which what is end of his life. Last but not the least, Ramayana inspires us about sacrificing in relationship, forgiveness, protecting the weak, equality of race and creed, and universal brotherhood. Thank you. ശ്രീരാമനെ സ്തുതിക്കുന്ന നയനാനന്ദകരമായ ഒരു നൃത്താവിഷ്കാരം നമുക്ക് കാണാം. രംഗത്ത് അഞ്ജന പരമേശ്വരൻ, നയൻ സാജു, ദേവിക CJ, ഗൗരി KR, ഗൗരി നന്ദന, അഞ്ജലി MS. രാമ ദശരഥ രാമ, രാമ ദശരഥ രാമ, നിജ സത്യ കാമ നമോ നമോ കാകുത്സ രാമ, രാമ ദശരഥ രാമ, നിജ സത്യ കാമ നമോ നമോ കാകുത്സ രാമ, രാമ ദശരഥ രാമ, നിജ സത്യ കാമ നമോ നമോ കാകുത്സ രാമ, രാമ ദശരഥ രാമ. ശ്രീരാമ രഘുരാമ കരുണാനിധി രാമ, കൗസല്യാനന്ദന രാമ, കരുണാനിധി രാമ, കൗസല്യാനന്ദന രാമ, പരമപുരുഷ സീതാപതി രാമ. കരുണാനിധി രാമ, കൗസല്യാനന്ദന രാമ, പരമപുരുഷ സീതാപതി രാമ. ശരധി ബന്ധന രാമ, സവന രക്ഷക രാമ, ശരധി ബന്ധന രാമ, സവന രക്ഷക രാമ, ഗുരുതര രവിവംശ കോദണ്ഡ രാമ, രാമ ദശരഥ രാമ, രാമ ദശരഥ രാമ, നിജ സത്യ കാമ നമോ നമോ കാകുത്സ രാമ, രാമ ദശരഥ രാമ. ശ്രീരാമ രഘുരാമ ധനുജ
हरण राम दशरथ सुत राम धनुज हरण राम दशरथ सुत राम विनुतामर स्तोत्र विजय राम धनुज हरण राम दशरथ सुत राम विनुतामर स्तोत्र विजय राम मनुजावतार राम महन्य गुण राम मनुजावतार राम महन्य गुण राम अनिलज प्रिय राम अयोध्य राम राम दशरथ राम राम दशरथ राम निज सत्य काम नमो नमो काकुत्स राम राम दशरथ राम श्री राम रघुराम सुललित यश राम सुग्रीव वरद राम सुललित यश राम सुग्रीव वरद राम कलुष रावण भयंकर राम सुललित यश राम सुग्रीव वरद राम कलुष रावण भयंकर राम विलसित रघुराम रघुराम राम विलसित रघुराम वेद गोचर राम विलसित रघुराम वेद गोचर राम कलित प्रताप श्री वेंकटगिरि राम राम दशरथ राम राम दशरथ राम निज सत्य काम नमो नमो काकुत्स राम राम दशरथ राम निज सत्य काम नमो नमो काकुत्स राम राम दशरथ राम श्री राम रघुराम രാമായണ പാരായണത്തിലൂടെ ഭക്തി നിർഭരമാക്കിയ നമ്മുടെ കൊച്ചു കൂട്ടുകാരെ പരിചയപ്പെടാം. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് ഗൗരി എൻ.എസിനെ ക്ഷണിക്കുന്നു. രാമായണ മാസ സമാപന ദിനാചരണത്തിനും സാഹിത്യ സമാജം ഉദ്ഘാടനത്തിനും പങ്കെടുത്ത എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും പ്രിയ ഗുരുജനങ്ങൾക്കും സ്നേഹം നിറഞ്ഞ കൂട്ടുകാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. രാമായണ പുണ്യം പെയ്തിറങ്ങിയ ഈ സുദിനത്തിൽ ഏവർക്കും നന്ദി പ്രകാശിപ്പിക്കുക എന്ന കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. കൊറോണ എന്ന മഹാവിപത്തും കാലവർഷത്തിൻ്റെ ക്രൂരമായ കൈക്കടത്തലുകളും നടനമാടിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ പരിപാടിയെ വിജയരഥത്തിലേറ്റുവാൻ പ്രാപ്തമാക്കിയ ഗുരുദേവ തൃപ്പാദങ്ങളെ ആദ്യമായി മനസ്സിൽ വണങ്ങുന്നു.
ഈ പരിപാടി പ്രയോജനകരമാം വിധം അവതരിപ്പിക്കുവാൻ അവസരം നൽകിയ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മനോരഞ്ജിനി വി അവറുകളോട് സ്കൂളിൻ്റെ പേരിലും സാഹിത്യ സമാജത്തിൻ്റെ പേരിലും ഞങ്ങൾ വിദ്യാർത്ഥികൾ ഓരോരുത്തരുടെ പേരിലും നന്ദി പ്രകാശിപ്പിക്കുന്നു. അടുത്തതായി ഈ പരിപാടിയിൽ ഉടനീളം സഹായ സഹകരണങ്ങൾ നൽകി ഇതിനു പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ പ്രിയങ്കരിയായ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി പ്രതീത വി പി അവറുകൾക്ക് സ്കൂളിൻ്റെ പേരിലും സാഹിത്യ സമാജത്തിൻ്റെ പേരിലും ഞങ്ങൾ ഓരോരുത്തരുടെ പേരിലും നന്ദി പ്രകാശിപ്പിക്കുന്നു. സാഹിത്യ സമാജം രൂപവൽക്കരിക്കുന്നതിനും വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനും അക്ഷീണം പ്രവർത്തിച്ച മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വകുപ്പ് മേധാവികളോടും മറ്റ് അധ്യാപകരോടും അകൈതവമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. രാമായണ ശീലുകൾ കൊണ്ട് ഈ രാമായണ മാസം ഭക്തി നിർഭരമാക്കി തീർത്ത എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ പരിപാടിക്ക് വേണ്ട സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കി തന്ന കമ്പ്യൂട്ടർ വിഭാഗം അധ്യാപകരോടും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ പരിപാടി ഹൃദ്യമാക്കി തീർത്ത എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളോടും നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ ഈ പരിപാടി സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകരോടും പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. രാമായണ പുണ്യം ഈ വർഷം മുഴുവൻ നിലനിൽക്കട്ടെ. നമ്മൾ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളെ എത്രയും പെട്ടെന്ന് അതിജീവിക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി.